Good morning. Okay. നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയായിരുന്നു പറഞ്ഞത്? യൂസസ് അല്ലേ, പ്രിവാലൻസ്, യൂസസ് അല്ലെ, എന്തിനൊക്കെയാണ് പ്രിവാലൻസ് ഉപയോഗിക്കുന്നത്, അതിന്റെ ഉപയോഗം എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? ഹെൽപ് ടു കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹെൽത്ത് പ്രോബ്ലം ഓർ ഡിസീസ് ഇൻ കമ്മ്യൂണിറ്റി. നമ്മുടെ സമൂഹത്തിലെ അല്ലെങ്കിൽ നമുക്ക് ഒരു നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളുടെ അവരുടെ ഹെൽത്ത് പ്രോബ്ലംസ്, ആരോഗ്യ പ്രശ്നങ്ങള്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രത്തോളം ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ പ്രിവാലൻസ് ഉപയോഗിക്കുന്നു. സമൂഹത്തിലെ ആരോഗ്യ പ്രശ്നങ്ങള് അല്ലെങ്കിൽ ഹെൽത്ത് പ്രോബ്ലംസ്, ഡിസീസ് അല്ലെ, അല്ലെങ്കിൽ രോഗത്തിന്റെ അളവ്, അതിന്റെയൊക്കെ മാഗ്നിറ്റ്യൂഡ് എത്രത്തോളം ഉണ്ട് എന്ന് കണക്കാക്കുന്നതിന് വേണ്ടി പ്രിവാലൻസ് ഉപയോഗിക്കുന്നു. Then identify potential high risk population, ഉയർന്ന അപകട സാധ്യതയുള്ള ജനവിഭാഗങ്ങളെ തിരിച്ചറിയാൻ പ്രിവാലൻസ് ഉപയോഗിക്കുന്നു. അതാണ് ഉയർന്ന അപകട സാധ്യതയുള്ള ജനവിഭാഗങ്ങളെ തിരിച്ചറിയാൻ പ്രിവാലൻസ് ഉപയോഗിക്കുന്നു. Then useful for administrative and planning purpose. ഇനി എന്താ? ഒരു ഭരണപരമായിട്ടുള്ളതും ആസൂത്രണപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും പ്രിവാലൻസ് യൂസ് ചെയ്യുന്നു. 3 യൂസസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു നിർത്തിയത്. ഇനി നെക്സ്റ്റ് ലിമിറ്റേഷൻസ്. എന്തൊക്കെയാണ് പ്രിവാലൻസിന്റെ ലിമിറ്റേഷൻസ് എന്ന് നോക്കിയേ. Can be viewed as a slice through a proportion of population at point of time. എങ്ങനെ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുള്ളൂ? ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമില്, ഒരു നിശ്ചിത ആ സമയപരിധിക്കുള്ളിലുള്ള ആ പോപ്പുലേഷന്റെ ഒരു പ്രപ്പോർഷൻ, അതിനെ എങ്ങനെയാ ഒരു സ്ലൈസ് ആയി മാത്രമേ കാണാൻ കഴിയുള്ളൂ, ഒരു ചെറിയ തോതിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ആ സ്ലൈസ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ സാമ്പിളിൽ നിന്ന് എത്ര പേർക്ക് രോഗം ബാധിച്ചു എന്ന് നമ്മൾ കണക്കാക്കുന്നത്. ഇപ്പോ എന്താ പറയാ, അതിന്റെ ഒരു പെർസെന്റേജ് പോലെ, അതായത് മൊത്തം പോപ്പുലേഷന് നോക്കൂല, അതിൽ നിന്നൊരു സാമ്പിൾ എടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ അത് മെഷർ ചെയ്യുന്നത്. മൊത്തത്തിലുള്ള പോപ്പുലേഷനെ നോക്കൂല, ആ പോപ്പുലേഷന്റെ പ്രപ്പോർഷൻ, ഇത്ര പേർക്ക് ഇത്ര എന്നുള്ള രീതിയിൽ ആ പ്രപ്പോർഷനെ, അതാണ് ഒരു സ്ലൈസ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രമേ എന്ത് പ്രിവാലൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഉണ്ടോ? ഒരു നിശ്ചിത സമയപരിധിയിൽ അറ്റ് പോയിന്റ് ഇൻ ടൈം, അറ്റ് പർട്ടിക്കുലർ പോയിന്റ് ഇൻ ടൈം, ഒരു നിശ്ചിത സമയപരിധിയിൽ ആ പോപ്പുലേഷനിൽ എത്ര പേർക്ക് രോഗം ബാധിച്ചു അല്ലെ എന്നാണ് ഇവിടെ കാണുന്നത്. അതെങ്ങനെയാ? മൊത്തം പോപ്പുലേഷനെ അല്ല നോക്കുന്നത്, ഒരു സാമ്പിളിൽ നിന്ന്, പോപ്പുലേഷന്റെ പ്രപ്പോർഷൻ അവിടെ പറയുന്നത് ഒരു നിശ്ചിത സാമ്പിൾ അല്ലെങ്കിൽ ഒരു സ്ലൈസ് ആയി കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ സാമ്പിളിൽ നിന്ന് എത്ര പേർക്ക് രോഗം ബാധിച്ചു എന്ന് കണക്കാക്കുന്നത്. അതാണ് ഒന്നാമത്തെ ലിമിറ്റേഷൻസ്. മൊത്തം നോക്കൂല, ആ പോപ്പുലേഷനെ മൊത്തം നോക്കൂല, അതിന്റെ പ്രപ്പോർഷൻ ആയിട്ടാണ്, അതിന്റെ ഒരു സ്ലൈസ് അല്ലെങ്കിൽ ഒരു സാമ്പിളിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ഒരു സ്ലൈസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ആ സാമ്പിളില് എത്ര പേർക്ക് രോഗം വന്നു അതാണ് നോക്കുന്നത്. ഇനി നോട്ട് കൺസിഡർ ദ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ്. അടുത്തത് എന്താ? ആ ഡിസീസിന്റെ കാലാവധി ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല, അതിന്റെ കാലാവധി കൺസിഡർ ചെയ്യുന്നില്ല, രോഗത്തിന്റെ ഡ്യൂറേഷൻ കൺസിഡർ ചെയ്യുന്നില്ല. എത്ര പേർക്ക് രോഗം ബാധിച്ചു അത് മാത്രമേ നോക്കുന്നുള്ളൂ, അതിന്റെ ഡ്യൂറേഷൻ എന്ത് ചെയ്യുന്നില്ല, നോക്കുന്നില്ല. അതൊരു ലിമിറ്റേഷൻ ആണ്. അടുത്ത നോക്കിയേ, only answer who has. ഇനി എന്തിന് മാത്രമേ ആൻസർ കിട്ടുന്നുള്ളൂ? ആർക്കുണ്ട്? who has. only answer who has. ഇപ്പൊ ആർക്കുണ്ട്. and who do have how many at present. ഇപ്പൊ എത്രയുണ്ട് എന്നുള്ളത് മാത്രമേ, എന്നുള്ള ക്വസ്റ്റ്യന് മാത്രമേ ആൻസർ കിട്ടുന്നുള്ളൂ. ഇപ്പൊ ആർക്കുണ്ട്, ഇപ്പൊ എത്രയുണ്ട് എന്നുള്ളത് മാത്രമേ ആൻസർ കിട്ടുന്നുള്ളൂ. അടുത്ത് നോക്കിയേ, നോട്ട് ആൻസർ when and how likely the disease develop be not suitable.
എത്തിയോളജിക്കൽ സ്റ്റഡീസ്. ഇത് എന്തിന് ആൻസർ കിട്ടുന്നില്ല? എപ്പോൾ എങ്ങനെ രോഗം ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്, എപ്പോൾ എങ്ങനെ രോഗം ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് കണ്ടോ. അങ്ങനെയുള്ളതിന് എന്താ ആ ഒരു പ്രിവാലൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ആൻസറും തരുന്നില്ല. അങ്ങനെയുള്ള ചോദ്യത്തിന് ആൻസർ കിട്ടുന്നില്ല. അതുകൊണ്ട് എന്താണ് വി നോട്ട് സ്യൂട്ട് ഫോർ എത്തിയോളജിക്കൽ സ്റ്റഡീസ്. അത് എത്തിയോളജിക്കൽ സ്റ്റഡീസിന് സ്യൂട്ട് അല്ല. എത്തിയോളജിക്കൽ സ്റ്റഡീസിന് സ്യൂട്ട് അല്ല. എത്തിയോളജിക്കൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഒറിജിൻ ഓഫ് ഡിസീസ്, രോഗങ്ങളെ കുറിച്ച് ഒക്കെ പഠിക്കുന്നതാണ്. അതിന് നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാ? ഇപ്പോൾ എങ്ങനെ നമുക്ക് രോഗം ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന് ഒരു ആൻസർ കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ 4 പോയിന്റ് ആണ് ലിമിറ്റേഷൻസ്. ഒന്ന് നോക്കി വെക്കുക. ഒന്നാമത്തെ എന്താ പറഞ്ഞേ? ഒരു പോപ്പുലേഷനെ മൊത്തം കണക്കിലെടുക്കുന്നില്ല. അതായത് അതിനെ ഒരു സ്ലൈസ് ആയിട്ട് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഒരു പോപ്പുലേഷന്റെ പ്രപ്പോർഷൻ, ഒരു സാമ്പിളിൽ നിന്ന് നമ്മൾക്ക് എത്ര പേർക്ക് രോഗം വരാൻ സാധ്യതയുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. പിന്നെ ആ ഡിസീസിന്റെ ഡ്യൂറേഷൻ കൺസിഡർ ചെയ്യുന്നില്ല. നോട്ട് കൺസിഡർ ദ ഡ്യൂറേഷൻ ഓഫ് ഡിസീസ്. അടുത്ത് നോക്കിയേ, only answer who has and who do have how many at present. ഇപ്പൊ ആർക്കുണ്ട്, ഇപ്പൊ എത്രയുണ്ട് എന്നതിന് മാത്രമേ ആൻസർ കിട്ടൂ. ഇനി ലാസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞേക്കണേ? നോട്ട് ആൻസർ. ഇതിന് ആൻസർ കിട്ടുന്നില്ല. എന്താ? when and how likely the disease develop. എങ്ങനെ നമുക്ക് രോഗം ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നതിന് ആൻസർ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് എത്തിയോളജിക്കൽ സ്റ്റഡീസിന് സ്യൂട്ട് അല്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ. ലിമിറ്റേഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യണത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. ഇനി അടുത്ത ടേബിള് ഇമ്പോർട്ടന്റ് ആണ്. അതിന് മിക്കവാറും തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുണ്ട്. ഫാക്ടർ അഫക്റ്റിംഗ് പ്രിവാലൻസ്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് പ്രിവാലൻസിനെ അഫക്ട് ചെയ്യുന്നത്? ഒരു രോഗവ്യാപനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റ് കോളത്തിൽ കൊടുത്തേക്കണേ ഇൻക്രീസ്ഡ് ബൈ എന്നാണ് കേട്ടോ. ഇൻക്രീസ്ഡ് ബൈ. പ്രിവാലൻസ് കൂടാൻ, ഇൻക്രീസ്ഡ് എന്നാണ് കേട്ടോ. INCREASED. ഇൻക്രീസ്ഡ് ബൈ. രോഗവ്യാപനം അത് കൂടാനായിട്ടുള്ള കാരണങ്ങൾ, അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഡിക്രീസ്ഡ് ബൈ. അടുത്ത പ്രിവാലൻസ് ഡിക്രീസ് ചെയ്യാനുള്ള കാരണങ്ങൾ. ഇവിടെ നോക്കിയേ, ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഒന്നാമത്തെ, എങ്ങനെ നമുക്ക് രോഗവ്യാപനം കൂടാം? ഫസ്റ്റ് നോക്കിയേ, ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ്. എന്താണ്? ഡ്യൂറേഷൻ കൂടുമ്പോൾ, ആ ഡിസീസിന്റെ ഡ്യൂറേഷൻ കൂടുമ്പോൾ രോഗവ്യാപനം എന്ത് ചെയ്യും? കൂടുമോ കുറയോ? അതിന്റെ ഡ്യൂറേഷൻ കൂടുമ്പോൾ, ആ ഒരു കാലാവധി അല്ലെങ്കിൽ ആ സമയം കൂടുമ്പോൾ, രോഗത്തിന്റെ ഡ്യൂറേഷൻ കൂടുമ്പോൾ എന്താ? രോഗവ്യാപനം കൂടൂലേ? അല്ലേ? പെട്ടെന്ന് നമുക്ക് രോഗം വന്നു, നമുക്ക് അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് എടുത്തു, ആ ഡ്യൂറേഷൻ കുറവാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ? നമുക്ക് ആ രോഗവ്യാപനം കുറയും അല്ലെ? നമ്മളിപ്പോ എന്താ പറയാ, രോഗം വന്നു, നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാതെ ഇങ്ങനെ കുറച്ച് നാളിങ്ങനെ തള്ളിക്കൊണ്ട് പോവുകയാണെങ്കിൽ അവിടെ രോഗവ്യാപന നിരക്ക്, അങ്ങനെ വരുമ്പോൾ ആളുകൾക്ക് രോഗവ്യാപന നിരക്ക് കൂടുതലാണ്. ഒക്കെ ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ദി ഡിസീസ്, ആ ഡിസീസിന്റെ കൂടുതൽ ഉള്ള ഡ്യൂറേഷൻ. ഇനി അപ്പുറത്തെ ടേബിൾ ഒന്ന് നോക്കി. ഒന്നാമത്തെ ഷോർട്ടർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ്. നേരെ ഓപ്പോസിറ്റ് എഴുതിയാൽ മതി. പ്രിവാലൻസ് ഡിക്രീസ് ചെയ്യാന്. ഡിക്രീസ് ചെയ്യുന്ന എങ്ങനെയാ? ഡ്യൂറേഷൻ കുറയുമ്പോൾ. ആ രോഗത്തിന്റെ ഡ്യൂറേഷൻ കുറയുമ്പോൾ പ്രിവാലൻസ് ഡിക്രീസ് ചെയ്യും. ക്ലിയർ ആയി? ഒന്നാമത്തെ പോയിന്റ് ആട്ടോ. ഓക്കെ ആയി. ഇനി രണ്ടാമത്തെ നോക്കിയേ, ആ ഇൻക്രീസ്ഡ് ബൈ എന്നുള്ളതിൽ നോക്കിയേ, പ്രൊലോങ്ങേഷൻ ഓഫ് ദ ലൈഫ് ഓഫ് ദ പേഷ്യന്റ് വിത്തൗട്ട് ക്യൂർ. പ്രൊലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നീട്ടിക്കൊണ്ടു പോവാണ്. അവരുടെ ലൈഫ് അവര് നീട്ടിക്കൊണ്ടു പോകുന്നു. എങ്ങനെ? ഓഫ് ദ പേഷ്യന്റ് വിത്തൗട്ട് ക്യൂർ. അതായത് രോഗം നമ്മളെ ചികിത്സയൊക്കെ കൂടാതെ അവരുടെ ആയുസ് നീട്ടിക്കൊണ്ടു പോകുന്നു. അപ്പോൾ രോഗവ്യാപനം കൂടൂലേ? പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാതെ നമ്മൾ അവരുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ, തള്ളി നീക്കുമ്പോൾ രോഗവ്യാപന നിരക്ക് കൂടും അല്ലെ? പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എടുത്താലാണ് നമുക്ക് രോഗവ്യാപനത്തിന്റെ ഇത് കുറയുള്ളൂ ആളുകളില് അല്ലെ?
അതൊന്ന് ശ്രദ്ധിക്കുക. പ്രൊലോങ്ങേഷൻ ഓഫ് ദ ലൈഫ് ഓഫ് ദ പേഷ്യന്റ് വിത്തൗട്ട് ക്യൂർ. ചികിത്സ കൂടാതെ അവരുടെ ആയുസ് നീട്ടിക്കൊണ്ടു പോകുന്നത് രോഗവ്യാപനം കൂടാൻ കാരണമാണ്. ഓക്കെ, രോഗവ്യാപനം കൂടുന്നതിന് കാരണമാണ്. ഇനി അടുത്ത നോക്കിയേ, ഇവിടെ നമ്മൾ അതിന് മാച്ച് ആയിട്ടുള്ളതല്ല പറഞ്ഞേക്കണേ. ഓക്കെ, ഇപ്പുറത്തെ കോളത്തിൽ നോക്കിയേ, ഹൈ കേസ് ഫെർട്ടിലിറ്റി റേറ്റ് ഓഫ് റൈറ്റ് ഫ്രം ഡിസീസ്. ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഉയർന്ന മരണനിരക്ക്, രോഗത്തിൽ നിന്നുള്ള ഉയർന്ന മരണനിരക്ക്. അതായത് വരുന്ന ആളുകളെ, രോഗം വരുന്ന ആളുകളുടെ മരണനിരക്ക് കൂടുതലാണെന്ന് പറയുമ്പോൾ അത്രയും പേഷ്യൻസ് ഇല്ലല്ലോ, അല്ലേ? അവര് മരിച്ചു പോയില്ലേ? അപ്പൊ രോഗവ്യാപന നിരക്ക് എന്ത് പറ്റും? കുറയുമല്ലേ, അല്ലേ? 1000 പേര് രോഗം വന്നു, അതിൽ ഒരു 800 പേര് മരിച്ചു, അപ്പൊ ബാക്കി 200 പേരെ അവിടെ ഉള്ളൂ. അപ്പൊ നമുക്ക് രോഗവ്യാപന നിരക്ക് എങ്ങനെയാ? അവിടുത്തെ പ്രിവാലൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറവ് തന്നെയാണ്, അല്ലെ? പ്രിവാലൻസ് ഡിക്രീസ് ചെയ്യും. കണ്ടോ? രോഗത്തിൽ നിന്നുള്ള ഉയർന്ന മരണനിരക്ക് ഒന്ന് നോട്ട് ചെയ്ത് കേട്ടോ. ഹൈ കേസ് ഫെർട്ടിലിറ്റി റേറ്റ്, ഉയർന്ന മരണനിരക്ക്. ഏതിൽ നിന്ന്? ഫ്രം ഡിസീസ്, രോഗത്തിൽ നിന്നുള്ള ഉയർന്ന മരണനിരക്ക്. അടുത്തത് ഇവിടെ നോക്കിയേ, ഇൻക്രീസ് ചെയ്യാനുള്ള കാര്യം, ഇൻക്രീസ്ഡ് ന്യൂ കേസ്. പുതിയ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, പുതിയ പുതിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രിവാലൻസ് കൂടൂലേ, അല്ലേ? പുതിയ കേസുകൾ വർദ്ധിക്കുമ്പോൾ, പുതിയ പുതിയ കേസുകൾ, ഇപ്പൊ നമ്മൾ കൊറോണയുടെ ഒക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ ഓരോന്നും നമ്മള് എന്താ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയണം, അല്ലെ? അപ്പൊ പുതിയ കേസുകൾ നമുക്ക് കൂടുമ്പോൾ, പുതിയ ആളുകൾ കൂടുമ്പോൾ എന്താ? രോഗവ്യാപനം കൂടും. ഓക്കെ, അതായത് ഒരു സംഭവം കൂടുമ്പോൾ രോഗവ്യാപനം കൂടും. അടുത്ത നോക്കി, അതിന്റെ നേരെ ഓപ്പോസിറ്റ് മൂന്നാമത്തെ നോക്കട്ടാ, ഡിക്രീസ് ഇൻ ന്യൂ കേസസ്. പുതിയ കേസുകൾ കുറയുമ്പോൾ രോഗവ്യാപനം കുറയും. നേരെ ഓപ്പോസിറ്റ്, ഡിക്രീസ് ഇൻ ന്യൂ കേസസ്. പുതിയ കേസുകൾ കുറയുമ്പോൾ, ഡിക്രീസ് ആവുമ്പോൾ, അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ഇൻസിഡൻസ്, ആ സംഭവങ്ങൾ കുറയുമ്പോൾ രോഗവ്യാപനം കുറയും. 3 പോയിന്റ് നോക്കാം കേട്ടോ. ആദ്യത്തെ 3 പോയിന്റ്. ഒന്നാമത്തെ പോയിന്റിൽ എന്താ നമ്മൾ പറഞ്ഞത്? ഡ്യൂറേഷൻ കൂടുമ്പോൾ, ആ ഡിസീസിന്റെ ഡ്യൂറേഷൻ കൂടുമ്പോൾ രോഗവ്യാപനം കൂടും. ഓക്കെ, അപ്പൊ അപ്പുറത്തെ കോളത്തിൽ ഡിക്രീസ്ഡ് എങ്ങനെയാ? ഷോർട്ടർ ഡ്യൂറേഷൻ. നേരെ ഓപ്പോസിറ്റ് എഴുതിയാൽ മതി. ഇവിടെ നമ്മൾ ലോങ്ങർ ഡ്യൂറേഷനാ പറഞ്ഞത്, ഇവിടെ ഷോർട്ടർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ്. ഇനി രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞത്? നമുക്ക് ഈ ചികിത്സ കൂടാതെ ആളുകള് അവരുടെ ജീവിത ലൈഫ് നീട്ടിക്കൊണ്ടു പോകുമ്പോൾ, പ്രൊലോങ്ങേഷൻ എന്ന് വെച്ചാൽ നീട്ടിക്കൊണ്ടു പോകുക. അതായത് അവര് ചികിത്സ കൂടാതെ അവരുടെ ലൈഫ് നീട്ടിക്കൊണ്ടു പോകുമ്പോൾ എന്ത് പറ്റും? പ്രിവാലൻസ് കൂടും. ഓക്കെ, ഇനി ഇവിടെ എന്താ കുറയാനുള്ള ഒരു കാര്യം പറഞ്ഞേക്കണേ? എന്താ? ഹൈ കേസ് ഫെർട്ടിലിറ്റി റേറ്റ് ഫ്രം ദ ഡിസീസ്. ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മരണനിരക്ക്. എന്തിൽ നിന്നുള്ള? രോഗത്തിൽ നിന്നുള്ള മരണനിരക്ക് കൂടുമ്പോൾ, അതായത് രോഗം വരുന്ന ആളുകൾ ഭൂരിഭാഗം പേര് മരിക്കുകയാണെങ്കിൽ പ്രിവാലൻസ് കുറയും. പിന്നെ ആ രോഗവ്യാപന നിരക്ക് കുറവാന്ന് പറയാം, എന്നുവെച്ചാൽ ഉള്ള ആളുകൾ മരിച്ചു, അല്ലേ? ഇതാണ് ഫെർട്ടിലിറ്റി റേറ്റ് കൂടുമ്പോൾ രോഗവ്യാപനം കുറയും. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താ? ഇൻക്രീസ്ഡ് ആൻഡ് ന്യൂ കേസസ്. പുതിയ പുതിയ കേസുകൾ വർദ്ധിക്കുന്നു. പുതിയ പുതിയ കേസുകൾ വർദ്ധിക്കുമ്പോൾ രോഗവ്യാപനം കൂടും. ഇപ്പുറത്തെ എന്താ പറഞ്ഞത്? ഡിക്രീസ് ഇൻ ന്യൂ കേസസ്. പുതിയ കേസുകൾ കുറയുമ്പോൾ, പുതിയ കേസുകൾ കുറയുമ്പോൾ രോഗവ്യാപനം കുറയും. 3 പോയിന്റ് ക്ലിയർ അല്ലേ രണ്ടിന്റെയും? ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, നാലാമത്തെ പോയിന്റ് എന്താ? ഇൻ മൈഗ്രേഷൻ ഓഫ് കേസസ്. ഇൻ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരിക. ഇപ്പൊ വേറെ വല്ല സ്ഥലത്തു നിന്ന് നമ്മുടെ ഇങ്ങോട്ട് വരിക, നമ്മുടെ രാജ്യത്തേക്ക് വരികയാണ്. വേറെ ഇപ്പൊ നമ്മള് ഈ കൊറോണയൊക്കെ നമ്മൾ ചൈനയിലല്ലേ ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തത്. അവിടെ നിന്ന് നമ്മുടെ ഇങ്ങോട്ടേക്ക് ഇൻമൈഗ്രേറ്റ് ചെയ്താണ്, അല്ലെ? ഇങ്ങോട്ട് വന്നതാണ് കേസുകളുടെ ഇങ്ങോട്ടേക്കുള്ള കുടിയേറ്റം എന്നാണ് ഇൻമൈഗ്രേഷൻ ഓഫ് കേസസ്. ഇങ്ങോട്ട് കുറയും കേസുകൾ വരുമ്പോൾ ഇവിടെ രോഗവ്യാപനം കൂടൂലേ, അല്ലെ? ഇൻമൈഗ്രേഷൻ ഓഫ് കേസസ്.
ശരിയല്ലേ? നാലാമത്തെ പോയിന്റ് നോക്കിയേ, ഇൻ മൈഗ്രേഷൻ ഓഫ് കേസസ്. ഇൻ മൈഗ്രേറ്റ് ചെയ്യുന്ന ഇങ്ങോട്ട് വരികയാണ്. ആ കേസുകൾ, പുതിയ പുതിയ കേസുകൾ നമ്മുടെ ഇവിടെ റിപ്പോർട്ട് ചെയ്യാണ്. അപ്പൊ രോഗവ്യാപനം കൂടും. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, അടുത്ത കോളത്തില് നമ്മൾ അഞ്ചാമത്തെ പോയിന്റ് ആട്ടോ 4 നിങ്ങൾ ഇട്ടോ. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എഴുതാം. മനസ്സിലായോ? നമ്മള് ഇൻക്രീസ്ഡ് ബൈയില് നാലാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത്. ഇനി ഡിക്രീസ്ഡ് ബൈയില് അഞ്ചാമത്തെ പോയിന്റ് ഇല്ലേ, അവിടെ നിങ്ങൾ 4 ഇട്ടു. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആക്കി പഠിക്കാം. നമുക്ക് എളുപ്പത്തിന് വേണ്ടിയായി. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞേ, ഇൻ മൈഗ്രേഷൻ ഓഫ് കേസസ്, അതായത് പുതിയ കേസുകൾ ഇങ്ങോട്ട് വരുന്നു, അപ്പൊ ഇവിടെ രോഗവ്യാപനം കൂടുന്നു. ഇനി നോക്കിയേ, ഡിക്രീസ്ഡ് ബൈയില് നോക്കിയേ, അഞ്ചാമത്തെ പോയിന്റ് എന്താ, ഔട്ട് മൈഗ്രേഷൻ ഓഫ് കേസസ്. ഔട്ട് മൈഗ്രേറ്റ് ചെയ്യാണ്, പുറത്തേക്ക് പോവാണ് അല്ലെ. അങ്ങനെ വരുമ്പോൾ രോഗവ്യാപനം കുറഞ്ഞു. ഇവിടെയുള്ള ആളുകൾ വേറെ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ഇവിടുത്തെ രോഗവ്യാപനം കുറയും, ബാലൻസ് കുറയും. കണ്ടോ? അപ്പൊ 5 എന്നുള്ള ആ പോയിന്റ് ഇല്ലേ, അവിടെ നിങ്ങൾ 4 ഇട്ടു. അപ്പൊ രണ്ടും നിങ്ങൾക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് പറയാം. അപ്പൊ ഒരുമിച്ച് പഠിച്ചു പോകാം. രണ്ട് ടേബിളും കമ്പയർ ചെയ്ത് പഠിക്കാം. ഇൻ മൈഗ്രേഷൻ ഓഫ് കേസസ്, അവിടെ ഡിക്രീസിൽ എന്താ നമ്മൾ എഴുതണേ, ഔട്ട് മൈഗ്രേഷൻ ഓഫ് കേസസ്. ഇനി അഞ്ചാമത്തെ പോയിന്റ് നോക്കിയേ, ഔട്ട് മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ. നമ്മുടെ ഇവിടെ ഹെൽത്തി ആയിട്ടുള്ള ആളുകള് പുറത്തേക്ക് പോവുകയാണ്. ഔട്ട് മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ രോഗവ്യാപനം എന്ത് ചെയ്യും, കൂടൂലേ അല്ലെ? ഇവിടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആളുകള് പുറത്തേക്ക് പോവുക, ഇവിടെ ഇല്ല ഹെൽത്തി ആയിട്ടുള്ള ആളുകള്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇവിടെ എന്ത് പറ്റും, രോഗ പ്രിവാലൻസ് റേറ്റ് കൂടും അല്ലെ? ഔട്ട് മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ. ഇത് ബൈഹാർട്ട് ചെയ്യണ്ട, നിങ്ങളൊന്ന് എന്താ പറയാ, ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മുടെ ഇവിടെ ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ പുറത്തേക്ക് പോകുന്നു, ഔട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ രോഗവ്യാപനം എന്ത് ചെയ്യണം, ഓൾറെഡി കൂടണം. ഇനി ഡിക്രീസ്ഡ് ബൈയിൽ നോക്കിയേ, നാലാമത്തെ പോയിന്റ് ആട്ടോ 5 എഴുതി വെക്കണത് നമ്മള്. ഇൻ മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ, ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരിക. ഹെൽത്തി ആയിട്ടുള്ള ആളുകള് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ രോഗവ്യാപനം കുറയൂല്ലേ? ആർക്കും രോഗം അങ്ങനെ വരേണ്ട ആവശ്യമില്ല. പക്ഷെ എല്ലാവരും ഹെൽത്തി ആയിട്ടുള്ള ആളുകളാ. കണ്ടോ? ഇൻ മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ, അത് അതായത് ഡിക്രീസ്ഡ് ബൈ എന്നുള്ളത് നാലാമത്തെ പോയിന്റ് നിങ്ങൾ 5 ഇട്ടാ മതി നമ്പർ കേട്ടോ. അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് ആക്കി നിങ്ങൾക്ക് പഠിക്കാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാ കിടക്കണേന്നുള്ളൂ. ഡിക്രീസ്ഡ് ബൈയിലെ ആ നാലാമത്തെ പോയിന്റിൽ 5 ഇടുക, അഞ്ചാമത്തെ പോയിന്റിൽ 4 ഇടുക. അപ്പൊ അത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും എളുപ്പമായിരിക്കും. ക്ലിയർ ആയില്ലേ? ഇൻമൈഗ്രേഷൻ ഓഫ് കേസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കേസുകൾ ഇങ്ങോട്ടേക്ക് വരികയാണ്. അപ്പൊ ഇവിടെ രോഗവ്യാപനം കൂടും. അവിടെയോ ഔട്ട് മൈഗ്രേഷൻ ഓഫ് കേസസ്, കേസുകൾ പോവുകയാണ്, ഇവിടെ ഇല്ല. അങ്ങനെ വരുമ്പോൾ ഇവിടെ രോഗവ്യാപനം കുറയും. ഇനി അടുത്ത അഞ്ചാമത്തെ പോയിന്റിൽ പറഞ്ഞത് ഏതാണ്, ഇൻക്രീസ്ഡ് ബൈയില് ഔട്ട് മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ. നല്ല ആരോഗ്യമുള്ള ആളുകൾ ഇവിടെ നിന്ന് പോകുക, ഔട്ട് മൈഗ്രേറ്റ് ചെയ്യാണ്. അപ്പൊ ഇവിടെ രോഗവ്യാപനം കൂടും. ഇനി ഡിക്രീസ്ഡ് ബൈയിൽ പറഞ്ഞത് ഏതാണ്, ഇൻ മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യമുള്ള ആളുകള് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോ ഇവിടെ രോഗവ്യാപനം കുറയും. ഓക്കെ. ഇനി അടുത്ത് നോക്കിയേ, ഇൻ മൈഗ്രേഷൻ ഓഫ് സസെപ്റ്റബിൾ പീപ്പിൾ. രോഗ സാധ്യതയുള്ള ആളുകളുടെ കുടിയേറ്റം, രോഗം വരാൻ സാധ്യതയുള്ളവരുടെ കുടിയേറ്റം. അങ്ങനെ വരുമ്പോ പ്രിവാലൻസ് കൂടൂലേ? എല്ലാവരും രോഗം വരാൻ സാധ്യതയുള്ളവരാണ്. അങ്ങനെ രോഗം വരാൻ സാധ്യതയുള്ള ആളുകള് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ രോഗവ്യാപനം കൂടും, പ്രിവാലൻസ് കൂടും. ഇനി അടുത്ത നോക്കി, ഇപ്പുറത്തെ ഇംപ്രൂവ്ഡ് ക്യൂർ റേറ്റ് ഓഫ് കേസസ്. അതായത് കേസുകള് നമുക്ക് ഈ ഇംപ്രൂവ്ഡ് ക്യൂർ റേറ്റ്, രോഗശമന നിരക്ക് അത് കൂടുകയാണെങ്കിലോ, ആളുകളുടെ രോഗശമന നിരക്ക് കൂടുമ്പോൾ രോഗവ്യാപനം കുറയൂലേ? എല്ലാവർക്കും തന്നെ രോഗം മാറുകയാണ്. ആ ഒരു അവസ്ഥ വരുമ്പോൾ ക്യൂർ റേറ്റ് കൂടാണ്. രോഗശമന നിരക്ക് കൂടുമ്പോൾ രോഗവ്യാപനം കുറയും. രോഗം മാറുന്ന ആ ഒരു റേറ്റ് ഇല്ലേ, ക്യൂർ റേറ്റ്, അത് കൂടുമ്പോൾ രോഗവ്യാപനം കുറയും. ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കി, ഒരെണ്ണം എക്സ്ട്രാ ഉണ്ട് കേട്ടോ. ഇൻക്രീസ്ഡ് ബൈയില് ഇംപ്രൂവ്ഡ് ഡയഗ്നോസിസ് ഫെസിലിറ്റി, വെക്ടർ റിപ്പോർട്ടിംഗ്. ഇനി ഇവിടെ നമ്മുടെ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി കൂടുകയാണെങ്കിലോ, ഇംപ്രൂവ് ആവുകയാണെങ്കിലോ, മെച്ചപ്പെട്ട രോഗനിർണയ സൗകര്യങ്ങൾ
ഇവിടെ മെച്ചപ്പെട്ട രോഗനിർണയ സൗകര്യങ്ങൾ. അപ്പൊ രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്യുന്നത് കൂടൂലേ? ഇപ്പൊ നമ്മള് ഈ കൊറോണയുടെ ഇതൊക്കെ വന്നപ്പോഴാണെങ്കിൽ നമ്മുടെ എന്താ പറയാ വേറെ ദൂര സ്ഥലത്ത് പോയി ടെസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ കുറെ പേര് മടിക്കും, അവിടെ വരെ പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മടിക്കും. അപ്പൊ നമ്മൾ അവിടെ എല്ലാ പ്രിവാലൻസ് റേറ്റ് നമ്മൾ പറയുമ്പോൾ കുറവായിരിക്കും. എന്നുവെച്ചാൽ ആളുകൾ അത് നോക്കിയില്ലല്ലോ, ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി അവർക്ക് എന്താ പറയാ കുറവാണ്, അവർക്ക് അടുത്തില്ല, ഡയഗ്നോസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ല. അപ്പൊ അതുകൊണ്ട് അവിടെ ഡയഗ്നോസ് ചെയ്യുന്ന ആളുകൾ കുറവാണ്. അപ്പൊ അവിടെ രോഗവ്യാപന നിരക്ക് എന്ത് പറ്റും? കുറയും. ഇവിടെ നോക്കിയേ, ഇവിടെ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി കൂടുമ്പോൾ, അതായത് നമ്മുടെ തൊട്ടടുത്ത് ഈ ഡയഗ്നോസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പൊ എല്ലാവരും പോയി നോക്കും, തൊട്ടടുത്തല്ലേ, ഒന്ന് പോയി നോക്കിയേക്കാന്ന് വിചാരിച്ച് എല്ലാവരും നോക്കുമ്പോൾ ചിലപ്പോ എന്താ പറയാ അപ്പൊ കൂടുതൽ ആളുകൾക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യൂലേ? ബെറ്റർ റിപ്പോർട്ടിംഗ് അല്ല അവിടെ അല്ലേ? നമ്മുടെ അവിടെ ഒരു 100 പേരുണ്ട്, 100 വീടുണ്ടെന്ന് വിചാരിക്കുക, അവിടെ തൊട്ടടുത്ത് തന്നെ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി ഉണ്ട്. ആ 100 പേരും അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് 80 പേർക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, ആ ഒരു രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവിടെ നമ്മൾ എടുക്കുമ്പോൾ അവിടെ രോഗവ്യാപനം കൂടുതലാന്നാ പറയാൻ പറ്റുള്ളൂ അല്ലേ? ഇനി നമ്മുടെ ഫെസിലിറ്റി ഇവിടെ ഇല്ല, കുറെ ദൂരത്ത് ആണെങ്കിൽ നമ്മൾ ആ 100 പേരിൽ ചിലപ്പോൾ ആകെ 10 പേരായിരിക്കും പോകുള്ളൂ. ആ 10 പേര് ചെന്ന് നോക്കുമ്പോൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ അതിൽ ചിലപ്പോ 6 പേർക്കായിരിക്കും റിപ്പോർട്ട് ചെയ്യുള്ളൂ അല്ലെ? അപ്പൊ അവിടെ റിപ്പോർട്ടിങ്, അതായത് രോഗവ്യാപന നിരക്ക് അവിടെ എന്ത് ചെയ്യും? കുറയും. ഉണ്ടോ? അതിന്റെ ഓപ്പോസിറ്റ് വേണമെങ്കിൽ നമുക്ക് എഴുതാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി ഇംപ്രൂവ് ചെയ്യുമ്പോൾ അല്ലെ, ഇംപ്രൂവ് ചെയ്യുമ്പോൾ അതായത് കൂടുതൽ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി കൂടുതൽ ഉണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ അവിടെ ചെല്ലുന്നു, അവരെ ഡയഗ്നോസിസ് ചെയ്യുന്നു, അപ്പൊ അവിടെ റിപ്പോർട്ട് കൂടുന്നു അല്ലെ? ആ രോഗം റിപ്പോർട്ട് ചെയ്ത കേസുകൾ അവിടെ കൂടുകയും ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ കോളത്തില് ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി കുറവാണെങ്കിലോ, പുവർ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി ആണെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കുറവായിരിക്കും അല്ലെ? ആളുകൾ കുറവാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് അവിടെ ഇല്ലാന്നുള്ളൂ. ജസ്റ്റ് ഉള്ളത് നിങ്ങൾ പഠിച്ചു വെക്കാം കേട്ടോ ടേബിളില്. ഇതിനകത്ത് പ്രിവാലൻസ് ഇൻക്രീസ്ഡ് ബൈയിൽ വന്നത് ഏത്, ഡിക്രീസ്ഡ് ബൈയിൽ വന്ന ഏത് എന്നൊക്കെ ചോദിക്കും. അപ്പൊ നിങ്ങൾ ഇതിങ്ങനെ എന്താ പറയാ ഓപ്ഷനുകൾ തരുമ്പോൾ നിങ്ങൾ അത് ആലോചിച്ച് നോക്കിയിട്ട് എഴുതണം. അതിൽ പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഏതാന്നുള്ളത് ഒരു ഡൗട്ട് വരും. നമ്മൾ ആലോചിച്ച് നോക്കാം, രോഗവ്യാപനം കൂടാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ക്ലിയർ ആയോ ആ ടേബിള്? രോഗവ്യാപനം കൂടണമെങ്കിൽ ഡ്യൂറേഷൻ കൂടുമ്പോൾ, ഒന്നോടെ നമുക്ക് ആ ടേബിൾ ഒരുമിച്ച് പറയാം കേട്ടോ. ഒന്നോടെ പെട്ടെന്ന് പറയാം, രോഗവ്യാപനം കൂടുക എന്ന് പറഞ്ഞാൽ അവിടെ ഡിസീസിന്റെ ഡ്യൂറേഷൻ കൂടുമ്പോൾ രോഗവ്യാപനം കൂടും. പിന്നെ ചികിത്സ കൂടാതെ ആളുകള് അവരുടെ ലൈഫ് നീട്ടിക്കൊണ്ട് പോകുമ്പോൾ, അതായത് പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കാതെ അവരുടെ ആയുസ് നീട്ടിക്കൊണ്ട് പോകുമ്പോൾ രോഗവ്യാപനം കൂടും. പിന്നെ പുതിയ കേസുകൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ, പുതിയ കേസുകൾ കൂടുമ്പോൾ രോഗവ്യാപനം കൂടും. ഇൻ മൈഗ്രേഷൻ ഓഫ് കേസസ്, പുതിയ കേസുകൾ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാണ്, അപ്പൊ ഇവിടെ രോഗവ്യാപനം കൂടും. ഔട്ട് മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ, ആരോഗ്യമുള്ള ആളുകൾ ഇവിടെ നിന്ന് പോകുകയാണ്, ഔട്ട് മൈഗ്രേറ്റ് ചെയ്യാണ്, അപ്പൊ ഇവിടെ രോഗവ്യാപനം എന്ത് ചെയ്യും? കൂടും. ഇൻ മൈഗ്രേഷൻ ഓഫ് സസെപ്റ്റബിൾ പീപ്പിൾ, രോഗസാധ്യതയുള്ള ആളുകളുടെ കുടിയേറ്റം ഇൻ മൈഗ്രേറ്റ് ചെയ്യാണ്, രോഗസാധ്യതയുള്ള ആളുകള്, അപ്പൊ ഇവിടെ രോഗവ്യാപനം കൂടും. ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി കൂടുമ്പോഴും അവിടെ രോഗവ്യാപന നിരക്ക് കൂടും. അതായത് കൂടുതൽ ആളുകൾ ഡയഗ്നോസ് ചെയ്യും, അപ്പൊ കൂടുതൽ പേർക്ക് അസുഖം ഡിറ്റക്ട് ചെയ്യും അല്ലെ? അപ്പൊ അങ്ങനെ രോഗവ്യാപനം കൂടും. ഈ ഡിക്രീസ്ഡ് ബൈലോ ഡ്യൂറേഷൻ കുറയുമ്പോൾ രോഗവ്യാപനം കുറയും. പിന്നെ രോഗത്തിൽ നിന്നുള്ള മരണനിരക്ക് കൂടുമ്പോൾ എന്താ? രോഗവ്യാപനം കുറയും. പിന്നെ പുതിയ കേസുകൾ കുറവാണെങ്കിൽ രോഗവ്യാപനം കുറയും. ഇനി ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ ഇങ്ങോട്ട് വരികയാണ്, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ രോഗവ്യാപനം കുറയും. കേസുകളുടെ ഔട്ട് മൈഗ്രേഷൻ, പുറത്തേക്ക് പോവാണ് കേസുകള്, അങ്ങനെ വരുമ്പോൾ ഇവിടെ രോഗവ്യാപനം കുറയും. പിന്നെ ക്യൂർ റേറ്റ് ഓഫ് ദ ഡിസീസ്, അതായത് ഈ നമ്മള് ആ രോഗശമന നിരക്ക് കൂടുകയാണെങ്കിൽ, രോഗശമന നിരക്ക് കൂടുമ്പോൾ രോഗവ്യാപനം കുറയും. ടേബിൾ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അത്രയാണ് പ്രിവാലൻസിൽ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അതിനകത്ത് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ടൈപ്പ് പ്രിവാലൻസ്, ടൈപ്പ് ഓഫ് പ്രിവാലൻസ് എന്താണ്, പിന്നെ അതിനകത്ത് ഫോർമുല നോട്ട് ചെയ്യണം, പ്രിവാലൻസിന്റെ ഫോർമുലകള്, പിന്നെ അതിനകത്ത് യൂസസ് നോക്കണം, ലിമിറ്റേഷൻ നോക്കണം, ഈ ടേബിളും പഠിക്കണം. ഇത്രയും സെക്ഷൻ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഇനി അടുത്തതാണ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്, സംഭവം.
ഈയിടെ രോഗനിർണയം നടത്തിയ കേസുകൾ, അതാണ് ഇൻസിഡന്റ് എന്ന് പറയുന്നത്. ഇൻസിഡന്റ് ഈസ് ദ നമ്പർ ഓഫ് lately diagnosed case of a disease. അണ്ടർലൈൻ ചെയ്തിട്ടേ, അണ്ടർലൈൻ ചെയ്യാട്ടോ. ഇൻസിഡന്റ് എന്ന് പറഞ്ഞ എന്താ? ഈസ് ദ നമ്പർ ഓഫ് lately diagnosed, ഈയിടെ രോഗനിർണയം നടത്തിയ, ഈയിടെ ഡയഗ്നോസ് നടത്തിയ കേസുകളുടെ, കേസ് ഓഫ് ഡിസീസ്, അതാണ് ഇൻസിഡന്റ് എന്ന് പറയുന്നത്. ഈയിടെ രോഗനിർണയം നടത്തിയ കേസുകളുടെ എണ്ണം ഇൻസിഡന്റ്. And incident rate is the number of recent cases of disease. അപ്പോ നമ്മൾ എന്താ റീസെന്റ് കേസുകള് റേറ്റ്, ഇൻസിഡന്റ് റേറ്റ് എങ്ങനെയാ കണ്ടുപിടിക്കണേ? നമ്പർ ഓഫ് റീസെന്റ് കേസസ് ഓഫ് ഡിസീസ്, അതിനെ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് പേഴ്സൺ അറ്റ് ദ റിസ്ക് ഫോർ ദ ഡിസീസ്. ആ രോഗത്തിന് അപകട സാധ്യതയുള്ള ആളുകളുടെ എണ്ണം കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. നമ്മൾ എന്താ പറഞ്ഞത്? ഇപ്പൊ രോഗത്തിന്റെ സമീപകാല കേസുകള്, രോഗത്തിന്റെ സമീപകാല കേസുകളെ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. രോഗസാധ്യതയുള്ള ആളുകള്, അതിന് റിസ്ക് ഉള്ള ആളുകള്, രോഗസാധ്യതയുള്ള ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഇൻസിഡന്റ് റേറ്റ് എന്ന് പറയുന്നത്. Dash is the number of recent cases of disease divided by the number of persons at risk for the disease. അങ്ങനെ ചോദിക്കാം കേട്ടോ, ഇൻസിഡന്റ് റേറ്റ്. Dash is the number of lately diagnosed cases of disease, അതും ചോദിക്കാം. രണ്ട് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ട്. ഇൻസിഡന്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് റേറ്റ്. ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു റേറ്റ് ആണ്. Incident is an important rate. ഒരു പ്രധാനപ്പെട്ട റേറ്റ് ആണ്. It is the proportion of people at a risk who develop disease in the course of a specific time period. ഇനി ഒന്നോടെ പറഞ്ഞേക്കാണ്. ഇൻസിഡന്റ് എന്ന് പറഞ്ഞ ഏതാണ്? Is an important rate. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു നിശ്ചിത കാലയളവില് രോഗം ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ആളുകളുടെ അനുപാതം. എന്താണ് പറഞ്ഞേക്കുന്നത്? ഇറ്റ് ഈസ് ദ പ്രപ്പോർഷൻ ഓഫ് പീപ്പിൾ അറ്റ് എ റിസ്ക്, കണ്ടോ, ഹു ഡെവലപ്പ് ഡിസീസ്, രോഗം ഡെവലപ്പ് ചെയ്യാൻ സാധ്യത ഇൻ ദ കോഴ്സ് ഓഫ് എ സ്പെസിഫിക് ടൈം പീരീഡ്, ഒരു നിശ്ചിത കാലയളവില് രോഗം ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ആളുകളുടെ അനുപാതമാണ് ഇൻസിഡന്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റേറ്റ് ആണ്. അവിടെ എന്താ കാണിക്കുന്നത്? ഈയിടെ, കണ്ടോ, കോഴ്സ് ഓഫ് എ സ്പെസിഫിക് ടൈം പീരീഡ്, ഈയിടെ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ പീരീഡില് രോഗം വരാൻ, രോഗം ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ആളുകളുടെ എണ്ണം, അതിന്റെ പ്രപ്പോർഷൻ ആണ്. നിശ്ചിത കാലയളവില് രോഗം ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ആളുകളുടെ അനുപാതമാണ് ഇൻസിഡന്റ് റേറ്റ് എന്ന് പറയുന്നത്. ആ 3 സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ടാ. ഡാഷ് ഈസ് ദ പ്രപ്പോർഷൻ ഓഫ് പീപ്പിൾ, കണ്ടോ, അങ്ങനെ അവിടെ ഡാഷ് ചോദിക്കാം. 3 സെന്റൻസും ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ഫോർമുലയാണ്. ഫോർമുല പഠിക്കണം നമ്മള്. ഫോർമുല നോക്കി പറഞ്ഞത് തന്നെയാണ്. നമ്പർ ഓഫ് ന്യൂ കേസസ് ഓഫ് ഡിസീസ് ഇൻ എ ഗിവൺ ടൈം പീരീഡ്, divided by total person time at a risk during follow period. ഒന്നത് ഒരു ബോക്സിലാക്കി വെച്ചേ, ഫോർമുലയിൽ ടിക്കറ്റ് വെക്കാം. എന്താണ് പറഞ്ഞേക്കുന്നത്? ഇൻസിഡന്റ് റേറ്റ് കാണുന്ന ഫോർമുല എങ്ങനെയാ? നമ്പർ ഓഫ് ന്യൂ കേസസ് ഓഫ് ഡിസീസ് ഇൻ എ ഗിവൺ ടൈം പീരീഡ്, ഒരു നിശ്ചിത കാലയളവില് ഉള്ള പുതിയ രോഗബാധിതരുടെ എണ്ണം, ന്യൂ കേസുകള്, അതിന്റെ എണ്ണം, നമ്പർ ഓഫ് ന്യൂ കേസസ് ഓഫ് ഡിസീസ് ഉണ്ടോ ഇൻ എ ഗിവൺ ടൈം പീരീഡ്. ആ ഒരു പ്രത്യേക ടൈം പീരീഡ് പറയുന്നത്, ആ ഒരു കാലയളവില് ഉള്ള പുതിയ കേസുകളുടെ എണ്ണത്തെ എന്ത് ചെയ്യണം? ടോട്ടൽ പേഴ്സൺ ടൈം അറ്റ് റിസ്ക് ഡ്യൂറിംഗ് ദ ഫോളോ അപ്പ് പീരീഡ് എന്ന് പറഞ്ഞേ, തുടർന്നുള്ള കാലയളവില് നമുക്ക് അതേ സമയപരിധി പറയണ്ട, അതേ സ്പെസിഫിക് ടൈം പീരീഡ് എന്ന് പറയണ്ട, അതേ സമയപരിധിയിൽ അപകട സാധ്യതയുള്ള ആളുകളുടെ എണ്ണം കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അപകട സാധ്യതയുള്ള ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ടോട്ടൽ ആളുകളുടെ എണ്ണാണ് പറയുന്നത്. ടോട്ടൽ പേഴ്സൺ
എപ്പോഴേ ടൈം അറ്റ് റിസ്ക് ഡ്യൂറിംഗ് ഫോളോ പീരീഡ്. അതേ പീരീഡില്, അതേ ടൈമില്, അതേ കാലയളവില് അപകട സാധ്യതയുള്ള ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പുതിയ കേസുകളുടെ എണ്ണത്തെ അവിടെ അപകട സാധ്യതയുള്ള ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് ഇൻസിഡന്റ് റേറ്റ്. നിങ്ങൾക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തിരിച്ചു തരാം, അതേ ഡിവൈഡ് എന്നുള്ളടത്ത് ഇൻറ്റു തരാം. അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ചോദിക്കാം കേട്ടോ. വായിച്ചു നോക്കിയേ, ഫോർമുല ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ, പുതിയ കേസുകളാണ് നമ്മൾ പറയുന്നത് ന്യൂമറേറ്ററിൽ വന്നത്. നമ്പർ ഓഫ് ന്യൂ കേസസ് അത്രയും നോക്കിയാൽ മതി. നമ്പർ ഓഫ് ന്യൂ കേസസ് ഓഫ് ഡിസീസ് അതെങ്ങനെയാ, ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലാണ്. അതിനെ നമ്മൾ അവിടെ വരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ അപകട സാധ്യതയുള്ള പീരീഡിൽ തന്നെ അവിടെ രോഗം വരാൻ സാധ്യതയുള്ള ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി നോക്കിയേ, ഇനി 3 key elements, പ്രധാനപ്പെട്ട 3 elements ഏതൊക്കെയാ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 key elements നോക്കി. ഇൻസിഡൻസിന്റെ only new cases included in numerator. ഒന്ന് ശ്രദ്ധിച്ച്, നമ്മൾ ഇക്വേഷനിൽ അറിയാം എന്താ, ന്യൂമറേറ്ററിൽ പുതിയ കേസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തേക്കണോ അല്ലെ. only new cases included in numerator. ന്യൂമറേറ്ററിൽ പുതിയ കേസുകളാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. only new cases included in numerator. ഇനി total population at risk in the denominator. total population എങ്ങനെ, at risk, അതിന് അപകട സാധ്യതയുള്ള മൊത്തം പോപ്പുലേഷൻ, അതാണ് ഡിനോമിനേറ്ററിൽ പറഞ്ഞില്ലേ. ടോട്ടൽ പോപ്പുലേഷൻ at risk, അതിന് അപകട സാധ്യതയുള്ള ടോട്ടൽ പോപ്പുലേഷൻ, അതാണ് ഡിനോമിനേറ്ററിൽ. ദെൻ അടുത്ത് നോക്കിയ ടൈം ഇലമെന്റ് പറയുന്നുണ്ട്. ടൈം ഇലമെന്റ് പീരീഡ് ഓവർ വിച്ച് റീസെന്റ് കേസസ് ഡിറ്റക്റ്റഡ്. ആ ടെക്സ്റ്റ് ഒന്ന് നോക്കിയേ, ഡിറ്റക്റ്റഡ് എന്നാണ് നോക്കിയേ, കണ്ടെത്തുക എന്നുള്ള മീനിങ് ആട്ടോ. DECTE, ഡിറ്റക്റ്റഡ്. ഇത് ഇവിടെ ഞാൻ ഷെയർ ചെയ്തേക്കുന്ന ഡിഫക്റ്റഡ് എന്നാണ്, അത് വെട്ടുക കേട്ടോ, അതല്ല, ആ വേർഡ് തെറ്റാണ്. ഡിറ്റക്റ്റഡ് എന്നാണ്. പുതിയ കേസുകളിൽ കണ്ടെത്തിയത്, ഡിറ്റക്ട് ചെയ്യുക, കണ്ടെത്തുക. DECTED എഫ് എന്നാണ്, അത് ടി ആണ്, ഡിറ്റക്റ്റഡ് ആണ്. DECTED ഡിറ്റക്റ്റഡ്. എന്താ, ഡിറ്റക്ട് ചെയ്ത കാലഘട്ടം, സമീപകാല കേസുകള് ഡിറ്റക്ട് ചെയ്ത, കണ്ടെത്തിയ കാലഘട്ടം, അതാണ് ടൈം ഇലമെന്റ്. പീരീഡ് ഓവർ വിച്ച് റീസെന്റ് കേസസ് ഡിറ്റക്റ്റഡ്. പുതിയ കേസുകൾ ഡിറ്റക്ട് ചെയ്ത, കണ്ടെത്തിയ കാലഘട്ടം. ഇത് 3 കാര്യങ്ങളുമാണ് അവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പുതിയ കേസുകൾ ന്യൂമറേറ്ററിൽ വന്നു, ആ പോപ്പുലേഷൻ റിസ്ക്, അത് അവിടെ അപകട സാധ്യതയുള്ള പോപ്പുലേഷനെ ഡിനോമിനേറ്ററിൽ കൊടുത്തു. പിന്നെ ടൈം ഇലമെന്റ് എന്ന് പറയുന്നത് ഏതാ, അവിടെ പുതിയ കേസുകൾ ഡിറ്റക്ട് ചെയ്ത, കണ്ടെത്തിയ കാലഘട്ടം. രണ്ട് തരത്തിലുള്ള ഇനി പ്രിവാലൻസ് ഇൻസിഡൻസ് ഉണ്ട്. ടു മെയിൻ ടൈപ്പ് ഓഫ് ഇൻസിഡൻസ്. ആ പേരുകൾ മാത്രം ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. 2 തരത്തിലുള്ള ഇൻസിഡൻസ് ഉണ്ട്. ക്യുമുലേറ്റീവ് ഇൻസിഡൻസ്, അടുത്തതാണ് ഇൻസിഡന്റ് റേറ്റ് എന്ന് പറയുന്നത്. ക്യുമുലേറ്റീവ് ഇൻസിഡന്റ്, ക്യുമുലേറ്റീവ് ഇൻസിഡന്റ് ആൻഡ് ഇൻസിഡന്റ് റേറ്റ് ഓർ ഇൻസിഡന്റ് ഡെൻസിറ്റി. അങ്ങനെ 2 തരത്തിലുള്ള ഇൻസിഡൻസ് ഉണ്ട്. ഫസ്റ്റത്തെ ആണ് ക്യുമുലേറ്റീവ് ഇൻസിഡൻസ്, ഈസ് ഓൾസോ നോൺ ആസ് ഇൻസിഡൻസ് പ്രൊപ്പോർഷൻ എന്നറിയപ്പെടും. IP, ഇൻസിഡന്റ് പ്രൊപ്പോർഷൻ. അത് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ക്യുമുലേറ്റീവ് ഇൻസിഡൻസിന്റെ ബ്രാക്കറ്റിൽ ഇട്ടോ, ഇൻസിഡൻസ് പ്രൊപ്പോർഷൻ, PROPORTION, ഇൻസിഡന്റ് പ്രൊപ്പോർഷൻ, ഇൻസിഡന്റ് പ്രൊപ്പോർഷൻ. അടുത്തത് ഇൻസിഡന്റ് റേറ്റ് ഓർ ഇൻസിഡൻസ് ഡെൻസിറ്റി. ഈ ക്യുമുലേറ്റീവ് ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയണമെന്നുള്ളൂ കേട്ടോ, നിങ്ങൾക്ക് തന്നിട്ടില്ല. അതായത് ഒരു നിശ്ചിത കാലയളവില് ഒരു ജനസംഖ്യയിൽ സംഭവിക്കുന്ന ഒരു നിർദ്ദിഷ്ട സംഭവങ്ങളുടെ
സാധ്യതയുടെ അളവുകോലാണ്. നിർദ്ദിഷ്ട സംഭവങ്ങളുടെ ഒരു പോസിബിലിറ്റിയാണ്, സാധ്യതയുടെ അളവുകോലാണ് ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഒരു നിശ്ചിത കാലയളവില്, ഒരു പീരീഡ് എപ്പോഴും പറയുന്നുണ്ട്, ഒരു നിശ്ചിത കാലയളവിൽ ഒരു ജനസംഖ്യ, ഒരു പോപ്പുലേഷനിൽ എടുക്കുന്നത്, ഒരു ജനസംഖ്യയിൽ സംഭവിക്കുന്ന, ഒരു നിശ്ചിത കാലയളവില് ജനസംഖ്യയിൽ സംഭവിക്കുന്ന ഒരു നിർദ്ദിഷ്ട സംഭവത്തിന്റെ സാധ്യതയുടെ അളവുകോൽ, ഒരു നിർദ്ദിഷ്ട സംഭവം അതിന്റെ സാധ്യതയുടെ അളവുകോലാണ് ഇത് ക്യുമുലേറ്റീവ് ഇൻസിഡന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് ഇൻസിഡന്റ് റേറ്റ് അല്ലെങ്കിൽ ഇൻസിഡന്റ് ഡെൻസിറ്റി എന്ന് പറയും. ഇൻസിഡന്റ് റേറ്റ് ഓർ ഇൻസിഡൻസ് ഡെൻസിറ്റി. ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒരു നിർദ്ദിഷ്ട കാലയളവില് ഒരു ജനസംഖ്യയില് എന്തെങ്കിലും രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും അവസ്ഥയോ എത്ര വേഗത്തിൽ സംഭവിച്ചു, എത്ര വേഗത്തിൽ സംഭവിച്ചു എന്നതിന്റെ അളവുകോലാണ് ഇൻസിഡന്റ് റേറ്റ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു നിശ്ചിത ജനസംഖ്യയിലെ രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും അവസ്ഥയോ എത്ര വേഗത്തിൽ സംഭവിച്ചു എന്നതിന്റെ അളവാണ് ഇൻസിഡന്റ് റേറ്റ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ആ സംഭവമാണ്, സംഭവത്തിന്റെ സാധ്യതയുടെ അളവുകോലാണ് ക്യുമുലേറ്റീവ് ഇൻസിഡൻസ്. ഇൻസിഡന്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ആ രോഗാവസ്ഥയൊക്കെ എത്ര വേഗത്തിൽ സംഭവിച്ചു, ഉണ്ടോ, എത്ര വേഗത്തിൽ സംഭവിച്ചു എന്നതിന്റെ അളവുകോലാണ് ഇൻസിഡന്റ് റേറ്റ്. നിങ്ങൾ ആ രണ്ട് ടൈപ്പ് ഇൻസിഡൻസ് ഏതാണെന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻസിഡന്റ്. ഒരു ഇൻസിഡന്റിന്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം അല്ലെ, റിപ്പോർട്ട് ചെയ്ത എന്തെങ്കിലും ഒരു സംഭവം, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? Address the question how far the condition is. എന്തിനുള്ള ക്വസ്റ്റ്യൻ കിട്ടുന്നു? സ്ഥിതി എത്രത്തോളം എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നു അല്ലെ. എത്രത്തോളം ഉണ്ട്, എത്ര പേർക്ക് രോഗവ്യാപനം ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ എത്രത്തോളമാണ് അവിടുത്തെ കണ്ടീഷൻ എന്നുള്ളതിന് ഒരു ആൻസർ കിട്ടും. കണ്ടോ? അഡ്രസ് ദ ക്വസ്റ്റ്യൻ ഹൗ ഫാർ ദ കണ്ടീഷൻ ഈസ്. സ്ഥിതി എത്രത്തോളം എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നു. ഇത് ഇൻസിഡന്റിന്റെ ക്യാരക്ടറാണ്. എത്രത്തോളം, സ്ഥിതി എത്രത്തോളം എന്നതിന് ഒരു ഉത്തരം കിട്ടുന്നു. അടുത്ത നോക്കിയേ, എ മെഷർ ഓഫ് റിസ്ക് ഓഫ് ഡിസീസ് ബട്ട് ഷുഡ് ബി ഫോർ എ സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡ്. സ്റ്റിപ്പുലേറ്റഡ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവ്, നിശ്ചിത കാലയളവ്. The measure of risk of disease but should be for a stipulated time period. രോഗബാധിതയുടെ അതിന്റെ അളവുകോൾ, മെഷർ എന്ന് പറയുന്നത്, രോഗബാധിതയുടെ അളവുകോൾ എന്ന് പറയുന്നത് മെഷർ ഓഫ് റിസ്ക് ഓഫ് ഡിസീസ്, അതിന്റെ അപകടം, റിസ്ക്, ആ ഡിസീസിന്റെ അപകടത്തിന്, ആ ഒരു അപകട സാധ്യത, അതിന്റെ ഒരു മെഷർ, അളവ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ബട്ട് disease but should be for as a stipulated time period. ഒരു നിശ്ചിത കാലയളവിലേക്കായിരിക്കണം. സ്റ്റിപ്പുലേറ്റഡ് ടൈം, ഒരു നിശ്ചിത കാലയളവിലായിരിക്കണം. രോഗബാധിതയുടെ അളവുകോൽ എന്നാൽ ഒരു നിശ്ചിത കാലയളവിലേക്കായിരിക്കണം. രോഗബാധിതയുടെ അളവുകോൽ, മെഷർ എന്ന് പറയുന്നത് ഒരു നിശ്ചിത കാലയളവിലേക്കായിരിക്കണം. അടുത്ത മൂന്നാമത്തെ പോയിന്റ് നോക്കിയാൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ? എക്സ്പ്രസ് ദ റിസ്ക് ഓഫ് ഹാവിംഗ് ആൻ ഔട്ട്കം ഫോർ ദ പോപ്പുലേഷൻ അറ്റ് ദ റിസ്ക് നോട്ട് ഫോർ എ സിംഗിൾ പേഴ്സൺ. ഇത് ആർക്ക് വേണ്ടിയല്ല? ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള കാര്യമല്ല അല്ലെ. അതിന്റെ ഫലം എന്ന് പറയുന്ന ഒരു പോപ്പുലേഷനെയാണ് നമ്മൾ പറയുന്നത് അല്ലെ. ഒരു പേഴ്സണ് വേണ്ടിയല്ല, അവിടെ ഒരു അപകട സാധ്യതയുള്ള ജനസംഖ്യ, അവർക്ക് മൊത്തം ഒരു ഔട്ട്കം ഉണ്ടാകാനുള്ള സാധ്യത പ്രകടിപ്പിക്കുന്നു ഇൻസിഡൻസ്. ഒരു ഇൻഡിവിജ്വലിനെ ഫോക്കസ് ചെയ്തിട്ടല്ല, ഒരു വ്യക്തിനെ, ഒരു സിംഗിൾ പേഴ്സണ് വേണ്ടിയിട്ടുള്ളതല്ല, ഒരു പോപ്പുലേഷന്റെ അപകട സാധ്യത അല്ലെ, അപകട സാധ്യതയുള്ള ഒരു ജനസംഖ്യയുടെ ഒരു ഔട്ട്കം, അതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ ആ അപകടങ്ങളെ റിസ്ക് ആണ്
എക്സ്പ്രസ് ദ റിസ്ക് ഓഫ് ഹാവിംഗ് ആൻ ഔട്ട്കം ഫോർ എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനെയാണ്, അല്ലാതെ ഒരു സിംഗിൾ വ്യക്തിനെ അല്ല ഉദ്ദേശിക്കുന്നത്. Then population must be free of disease at the beginning of the study. ഇനി ആ പഠനത്തിന്റെ തുടക്കത്തിൽ ആ പോപ്പുലേഷൻ എങ്ങനെയായിരിക്കണം? ഡിസീസ് ഫ്രീ ആയിരിക്കണം. എങ്കിലാണ് കറക്റ്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ആ ഒരു പഠനത്തിന്റെ തുടക്കത്തില് പോപ്പുലേഷൻ എങ്ങനെയായിരിക്കണം? ഫ്രീ ഓഫ് ഡിസീസ്, ഡിസീസ് ഫ്രീ ആയിരിക്കണം. പഠനത്തിന്റെ തുടക്കത്തില് പോപ്പുലേഷൻ ഡിസീസ് ഫ്രീ ആയിരിക്കണം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. Characteristics. ഇതൊന്നും ബൈഹാർട്ട് ചെയ്യണ്ട, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി എന്തൊക്കെയാണ് ഒരു ഇൻസുലിൻസിന്റെ സ്വഭാവ സവിശേഷതകള്, ക്യാരക്ടറിസ്റ്റിക്സ്. ഒന്നാമത്തെ എന്താ? സ്ഥിതി, ആ ഒരു കണ്ടീഷൻ എത്രത്തോളം എന്നതിന് ഉത്തരം കിട്ടും. അഡ്രസ് ദ ക്വസ്റ്റ്യൻ ഹൗ ഫാർ ദ കണ്ടീഷൻ ഈസ്. ആ ഒരു സ്ഥിതി എത്രത്തോളം എന്ന ക്വസ്റ്റ്യൻ ആൻസർ ലഭിക്കുന്നു. പിന്നെ എന്താ, ഇതെങ്ങനെയാണ് പറയുന്നത്? എങ്ങനെ പറയുന്നത്? മെഷർ ഓഫ് റിസ്ക് ഓഫ് ഡിസീസ് ബട്ട് ഷുഡ് ബി ഫോർ എ സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡ്. രോഗബാധിതയുടെ അളവുകോൽ എന്ന് പറയുന്നത് ഒരു നിശ്ചിത കാലയളവിലേക്കായിരിക്കണം. പിന്നെ അത് എന്തിനാ എക്സ്പ്രസ് ചെയ്യുന്നത്? ഒരു പോപ്പുലേഷനെയാണ്, ഒരു സിംഗിൾ വ്യക്തിനെ അല്ല. അതെന്തിനാ എക്സ്പ്രസ് ചെയ്യുന്നതോ? എന്താണ് നമ്മൾ പറഞ്ഞത്? തേർഡ് ഫോർത്ത് മൊഡ്യൂള് എക്സാമിന്റെ കാര്യമാണോ ചോദിക്കണേ? എക്സാമിന്റെ ഒക്കെ എക്സാം അല്ലേ? എക്സാമിന്റെ ഒക്കെ ഡേറ്റ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കറക്റ്റ് ഇട്ട് തരും കേട്ടോ. നമ്മുടെ ക്ലാസ് തീർന്നിട്ടില്ലല്ലോ. ഇനിയിപ്പോ ഈ ഒരു ചാപ്റ്റർ ഉണ്ട്, പിന്നെ കമ്പ്യൂട്ടർ ഉണ്ട്, പിന്നെ HIS ഉണ്ട്. എക്സാം ഡേറ്റ് വന്നു, നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലേ? എത്രാം തീയതിക്കാണ്? മെയിൻ്റെ എക്സാമിന്റെ ആണോ? മൊഡ്യൂൾ എക്സാമിന്റെ ആണോ അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് റൂമിലേക്ക് ഇട്ട് തന്നേക്കുന്നേ? മൊഡ്യൂൾ എക്സാം അല്ലേ? രണ്ടും വന്നു, മെയിനും വന്നു അല്ലേ? മൊഡ്യൂൾ എക്സാമിന്റെ. ഇനിയിപ്പോ എനിക്ക് ഇനി ഈ ഒരു ചാപ്റ്ററും പിന്നെ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററും ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് അവിടെ ഒന്ന് രണ്ട് ഏതാണ് HIS ഉണ്ട്. അത് ഇത്തിരി ലെങ്തി ചാപ്റ്റർ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, ആ ഒരു ചാപ്റ്റർ ഉണ്ട്. പിന്നെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആണ്. പിന്നെ സോളിംഗ്സ് നിങ്ങൾക്ക് ഇപ്പൊ പുതിയ ടീച്ചർ കയറിയിട്ടില്ലേ? ടീച്ചർ എടുത്തോണ്ടിരിക്കുന്ന ആ ഒരു പോർഷൻ അത്രയേ ഉള്ളൂ. എക്യുപ്മെന്റ് ഒക്കെ വേഗം തീരും. നമ്മൾ കുറെയൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ ഞാനിനി ഇത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ എടുക്കാം. കമ്പ്യൂട്ടർ എടുത്തിട്ട് പിന്നെ എക്യുപ്മെന്റ്സ് അപ്പത്തേക്ക് അവരാരെങ്കിലും എടുക്കുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എക്യുപ്മെന്റ്സ് നമുക്ക് നോക്കാം. നമ്മുടെ കമ്പ്യൂട്ടർ എത്രത്തോളം നിങ്ങൾക്ക് അതിന്റെ എക്സാമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നിന്ന് ഇട്ട് തരും കേട്ടോ. എന്നുവെച്ചാൽ നമ്മള് ഇനിയിപ്പോ എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ നമുക്കേ അവിടെ നിന്ന് നമുക്ക് എക്സാം ബോർഡിൽ നിന്ന് വരുന്ന ഒരു ഇതൊക്കെയാണല്ലോ, അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ഇട്ട് തരും. എങ്ങനെയാണ് എക്സാം കാര്യങ്ങളൊക്കെ ഒന്നുകൂടി അത് നിങ്ങൾക്ക് തരും. എക്സാം എങ്ങനെയാണെന്നുള്ളതൊക്കെ തരും കേട്ടോ. ഇത് ഇട്ട് തരും, ക്ലാസ് റൂമിലേക്ക് തന്നെ ഇട്ട് തരും. ഏതൊക്കെയാണ് എക്സാം എന്നുള്ളത് തരും. മൊഡ്യൂൾ എക്സാം ആണെങ്കിലും കേട്ടോ, മെയിൻ എക്സാമിന്റെ ആണെങ്കിലും പേപ്പറൊക്കെ തിരിച്ചാണ് നിങ്ങൾക്ക് അത് ഇട്ട് തന്നേക്കാം. കഴിഞ്ഞ പരീക്ഷ സെപ്പറേറ്റ് ആയിരുന്നു, അതാ പറഞ്ഞത്. ഞാനും അതാണ് ക്ലാസ് റൂമിൽ കറക്റ്റ് പറയാത്ത. നിങ്ങൾക്ക് കറക്റ്റ് ഇൻഫർമേഷൻ നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് കറക്റ്റ് ഇട്ട് തരും. ഞാനിവിടെ ഒന്ന് അവരോട് പറഞ്ഞേക്കാം കേട്ടോ. ടെക്നിക്കലിൽ ഞാനൊന്ന് ചോദിക്കട്ടെ എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത്. ടൈം ടേബിൾ ഞാൻ കണ്ടില്ല കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി ലാസ്റ്റ് സെക്ഷനിലൊക്കെയാണ് നമ്മൾ എത്തിക്കണം. 1-2 ചാപ്റ്റർ വീതൊക്കെ ഉള്ളൂ. അതിനാ മിസ് ഇപ്പൊ റെസ്പോൺസിബിലിറ്റി അല്ലേ എടുത്തോണ്ടിരിക്കുന്നേ. റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞിട്ട് മിസ് HIS തുടങ്ങാന്നാ പറഞ്ഞത്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഞാനിപ്പോ ഈ ഓവർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ കമ്പ്യൂട്ടർ, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഉണ്ട്, ആ ഒരു ചാപ്റ്റർ ഉണ്ട്. പിന്നെ നമുക്ക് ടെർമിനോ ഇത് മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് നിങ്ങൾക്ക് അവിടെ ഉള്ള ചാപ്റ്റർ.
അത് നമുക്ക് ഇത് തീരുന്നതിന്റെ അനുസരിച്ച് ഷെയർ ചെയ്തെടുക്കോ ഇനി എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ആ ടൈം ആകുമ്പോഴത്തേക്കും തീർക്കാവുന്ന രീതിയിൽ ക്ലാസ് ചെയ്യാം. ഇനി വേഗം നമ്മുടെ തീരുവാണെങ്കിൽ നമുക്ക് ആ റിവിഷനും തരാം, അതിനുള്ള സമയം കിട്ടും നമുക്ക്. അപ്പൊ എല്ലാ ചാപ്റ്റർ വൈസ് ആണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ടല്ലോ, അതൊക്കെ 1-2 ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് സമയം കിട്ടുന്നതിന്റെ അനുസരിച്ച് നമുക്ക് റിവിഷൻ പോലെ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററും ഓവറോൾ ഒന്നുകൂടെ നോക്കി പോകാനും നമുക്ക് എക്സാമിനാണെങ്കിലും എളുപ്പമുണ്ടായിരിക്കും അങ്ങനെ കേട്ടോ. അപ്പൊ നമുക്ക് ഈ ചാപ്റ്റർ വേഗം തീർത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് റിവിഷൻ ചെയ്യാനുള്ള സമയം കിട്ടും. എനിക്ക് എന്തായാലും പറഞ്ഞ ഡേറ്റ് വരെയും ക്ലാസ് ഉണ്ടല്ലോ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഇത് എത്ര പെട്ടെന്ന് തീരുന്നോ അതിനനുസരിച്ച് നമുക്ക് റിവിഷനുള്ള സമയം കിട്ടും. നമ്മളെ സംബന്ധിച്ച് റിവിഷൻ എന്ന് പറഞ്ഞ റിവിഷൻ കിട്ടുക ചില ക്ലാസ്സിലൊന്നും കിട്ടാറില്ല. എന്നുവെച്ചാൽ അവർക്ക് ആ അറ്റപ്പറ്റിയായിരിക്കും തീരുന്ന പോർഷനെ. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഒരു ക്ലാസ് ഒക്കെ ആയിരിക്കും കയറാൻ പറ്റുക. അപ്പൊ നമുക്ക് റിവിഷൻ ചെയ്യാനുള്ള സമയം കിട്ടാറില്ല. അപ്പൊ നമുക്ക് റിവിഷൻ കിട്ടുന്ന ക്ലാസ്സുകൾ അവർ പറയും നല്ലൊരു യൂസ്ഫുൾ ആയിരുന്നു എന്ന് വെച്ചാൽ എല്ലാ ചാപ്റ്റർ നമ്മൾ കവർ ചെയ്ത് പോകുമ്പോഴേ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും എല്ലാത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പൊ നമുക്ക് ഓവറോൾ ആ ചാപ്റ്ററുകളിലൂടെ ഒന്നുകൂടി കടന്നു പോകാം. അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ക്ലാസ്സിൽ തന്നെ ഇരുന്ന് പഠിച്ചു പോകാം. അപ്പൊ മാക്സിമം നമുക്ക് ഇത് തീർന്നു കഴിഞ്ഞാൽ ഇനിയുള്ള ടൈം നമുക്ക് റിവിഷൻ തന്നെ തരാം. അത് ഞങ്ങളിവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പേരിൽ എഴുതുമ്പോൾ റിവിഷൻ നമുക്ക് തരും. ഡിസ്കസ് ചെയ്താൽ മതിയല്ലോ. നമുക്ക് ഓരോ ചാപ്റ്റർ വൈസോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറോ സമയത്തിനനുസരിച്ച് നമുക്ക് ചെയ്തു തരാം. നിങ്ങൾക്ക് എന്തായാലും സമയം കിട്ടും. നമുക്ക് അത്രയും സമയമൊന്നും വേണ്ട. നമുക്ക് തന്നെ 3 ക്ലാസ് ഇല്ലേ, ആഴ്ചയിൽ 3 ക്ലാസ് തന്നെയുണ്ട്. അപ്പൊ പിന്നെ നേരെ ഡയറക്റ്റ് ക്ലാസ്സുകൾ കിടക്കുന്നുണ്ട്. എന്തായാലും റിവിഷനുള്ള സമയം ഉണ്ടാവും. അപ്പൊ ചെയ്തു തരാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് യൂസസ് ആണ്. യൂസസ് ഓഫ് ഇൻസിഡൻസ്. 2 ടൈപ്പ് ഇൻസിഡന്റ്. ആ പേര് മാത്രം പഠിച്ചാൽ മതി. 2 ടൈപ്പ് ഇൻസിഡന്റ് നമുക്ക് പഠിക്കാനുള്ളത്. ക്യുമുലേറ്റീവ് ഇൻസിഡന്റും ഉണ്ട്, ഇൻസിഡന്റ് റേറ്റും ഉണ്ട്. ക്യുമുലേറ്റീവ് ഇൻസിഡന്റിനെ പറയുന്ന പേരാണ് ഇൻസിഡന്റ് പ്രൊപ്പോർഷൻ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേര്. ഇൻസിഡന്റ് പ്രൊപ്പോർഷൻ, PROPORTION പ്രൊപ്പോർഷൻ. ഇനി എന്തൊക്കെയാണ് ഈ ഇൻസിഡന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? 4 പോയിന്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം. ഇനി യൂസസ് നോക്കിയേ. യൂസസ് ഓഫ് ഇൻസിഡന്റ്. Explain the risk of disease occurrence over time. നമുക്ക് എന്താണ് ഓവർ ടൈം രോഗം വരാനുള്ള ഒരു റിസ്ക് അത് വിശദീകരിക്കുന്നു. നമുക്ക് ആ രോഗം വരാനുള്ള ഒരു സാധ്യത വിശദീകരിക്കുന്നു. ഒരു നിശ്ചിത സമയത്തിന് ശേഷം നമുക്ക് അവിടെ രോഗം വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്. ആ ഇൻസിഡന്റ് റേറ്റ് നോക്കിയാൽ നമുക്കറിയാം എത്രത്തോളം രോഗം വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുന്നു, എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അടുത്ത് നോക്കിയേ. Useful in planning for preventive measures so as to prepare resources to combat event. Okay, useful in planning for preventive measures. പ്രതിരോധ നടപടികൾ അതിനുള്ള പ്ലാനിങ്, അതിന്റെ ആസൂത്രണത്തിനും പ്ലാൻ ചെയ്യുന്നതിനും ഈ ഇൻസിഡൻസ് യൂസ്ഫുൾ ആണ്. പ്രിവെന്റീവ് മെഷേഴ്സ് ആസൂത്രണം ചെയ്യുന്നതിന് ഈ ഇൻസിഡൻസ് യൂസ്ഫുൾ ആണ്. ആസ് ടു പ്രിപ്പയർ റിസോഴ്സസ് ടു കോമ്പാക്ട് ഇവന്റ്സ്. ആ സംഭവങ്ങളെ അതിന്റെ കോമ്പാക്ട് ഇവന്റ് എന്ന് വെച്ചാൽ അതുപോലത്തെ സംഭവങ്ങളെ ചെറുക്കുന്ന രീതിയിലുള്ള റിസോഴ്സുകൾ പ്രിപ്പയർ ചെയ്യുന്നതിന് സോ ആസ് ടു പ്രിപ്പയർ റിസോഴ്സ് ടു കോമ്പാക്ട് ഇവന്റ്സ്. സംഭവങ്ങളെ ചെറുക്കുന്ന രീതിയിലുള്ള റിസോഴ്സുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്ത നോക്കിയേ. കമ്പയർ ദ റിസ്ക് ഓഫ് ഡിസീസ് ബിറ്റ്വീൻ 2 or more population. ഉണ്ടോ, ഒന്നോ അതിലധികമോ പോപ്പുലേഷനിലുള്ള ആളുകള് അവർക്കിടെ ആ രോഗസാധ്യതയിലെ അതിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നു. രോഗസാധ്യതയെ താരതമ്യം ചെയ്യാൻ ഇൻസിഡൻസിലൂടെ പറ്റുന്നു. 2 അതിലധികമോ പോപ്പുലേഷൻ അവരുടെ ഇടയിലുള്ള ഡിസീസ്, ആ രോഗത്തിന്റെ ആ ഒരു അപകട സാധ്യത, രോഗസാധ്യതയില്ലേ അത് കമ്പയർ ചെയ്യാൻ പറ്റുന്നു. As the incident rate are influenced by any factor and is dictate the risk factors. എന്താണ് പറഞ്ഞേക്കണേ? As the incident rate are influenced by any factor. ഏതെങ്കിലും ഘടകത്താല് ആ ഒരു എന്താ പറയാ ആ ഒരു
റിസ്ക്, അപകട സാധ്യത ഏതെങ്കിലും ഘടകത്താൽ കണ്ടെത്താൻ പറ്റുന്നു. അതായത് സംഭവങ്ങളുടെ നിരക്ക് ഏതെങ്കിലും ഘടകത്താൽ സ്വാധീനിക്കുകയാണെങ്കിൽ, as the incident rate are influenced by any factor, ഏതെങ്കിലും ഘടകത്താൽ സ്വാധീനിക്കുകയാണെങ്കിൽ, ഏത് ഇൻസിഡന്റ് റേറ്റ്, സംഭവങ്ങളുടെ നിരക്ക് ഏതെല്ലാം ഘടകത്താൽ സ്വാധീനിക്കുകയാണെങ്കിൽ അങ്ങനെ അതിനെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുകയും അപകട സാധ്യതയുടെ ഘടകങ്ങള് കണ്ടെത്താനും സാധിക്കുന്നു. അതിന്റെ ഡിറ്റക്ട് റിസ്ക് ഫാക്ടർ, ആ അപകട സാധ്യത അതിനെ ഡിറ്റക്ട് ചെയ്യാനും സാധിക്കുന്നു. എക്സ്പ്ലെയിൻ ദ റിസ്ക് ഓഫ് ഡിസീസ്, ആ അപകട സാധ്യത അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത പ്രിവെന്റീവ് മെഷേഴ്സ് പ്ലാൻ ചെയ്യാൻ ഉപയോഗിക്കും. പിന്നെ അടുത്ത രണ്ടോ അതിലധികമോ പോപ്പുലേഷനിലെ അപകട സാധ്യതയെ കമ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ എന്താ, റിസ്ക് ഫാക്ടേഴ്സ്, അതിന്റെ അപകട സാധ്യത, അതിന്റെ ആ ഫാക്ടേഴ്സ് നമുക്ക് കണ്ടെത്താനും പറ്റുന്നു. ഈ ഇൻസിഡന്റ് റേറ്റ് ഏതെങ്കിലും ഫാക്ടറാൽ സ്വാധീനിക്കുകയും ആ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് അല്ലെ, ആ റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് ഏതാണെന്ന് ഡിറ്റക്ട് ചെയ്യാനും പറ്റുന്നു. ഇനി അടുത്തതാണ് ഇമ്പോർട്ടൻസ്. 5 പോയിന്റ്, കുഞ്ഞു പോയിന്റ്സ് ആണ്. അത് നമുക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ ചോദിക്കും, ഇൻസിഡൻസ് ഈസ് ഹെൽപ്ഫുൾ ഇൻ ഡാഷ്. എവിടേക്കാണ് ഇൻസിഡൻസ് യൂസ്ഫുൾ ആകുന്നത്, ഹെൽപ്ഫുൾ ആകുന്നത്, സഹായപ്രദമാകുന്നത്? എവിടെയാ? ഇൻ പാത്തോജെനിസിസ്. ഇതാണ് രോഗനിർണയത്തിന് ഇൻസിഡൻസ് യൂസ്ഫുൾ ആണ്. പത്തോളജി ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഇത് ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഡിസീസ്. പത്തോളജി, പാത്തോജെനിസിന് രോഗനിർണയത്തിന് ഇൻസിഡൻസ് ഉപയോഗപ്രദമാണ്. അടുത്ത നോക്കിയേ, ടു ഫൈൻഡ് ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ, രോഗവ്യാപനം കണ്ടെത്തുന്നതിന് ഇൻസിഡൻസ് ഉപയോഗപ്രദമാണ്. എന്തിനെ സഹായിക്കുന്നു? രോഗവ്യാപനം, ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടെത്തുന്നതിന്. ടു ഫൈൻഡ് ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ, ടു ഫൈൻഡ് ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ. അടുത്ത നോക്കിയേ, ടു കൺട്രോൾ ഡിസീസ്. അടുത്തത് എന്താണ്? രോഗത്തെ നിയന്ത്രിക്കാൻ. ടു കൺട്രോൾ ഡിസീസ്, രോഗത്തെ നിയന്ത്രിക്കാൻ, രോഗത്തിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി, കൺട്രോൾ ചെയ്യുന്നതിന് ഇൻസിഡൻസ് ഹെൽപ്ഫുൾ ആണ്. അടുത്ത നോക്കിയേ, ഇൻ റീസ്റ്റെയിൻ ആൻഡ് തെറാപ്യൂട്ടിക് മെഷേഴ്സ്. എന്തിനാണ്? ഇൻ റീസ്റ്റെയിൻ എന്ന് വെച്ചാൽ നിലനിർത്തുക എന്നുള്ളത്, നിലനിർത്തുക. ആൻഡ് തെറാപ്യൂട്ടിക് മെഷേഴ്സ്, നിയന്ത്രണത്തിലും തെറാപ്യൂട്ടിക് ചികിത്സാപരമായിട്ടുള്ള അളവിലും. റീസ്റ്റെയിൻ ആൻഡ് അതൊരു നിയന്ത്രണത്തിനും അതുപോലെ തന്നെ ചികിത്സാ സംബന്ധമായിട്ടുള്ള ഒരു മെഷേഴ്സ്, തെറാപ്യൂട്ടിക് മെഷേഴ്സിനും ഇൻസിഡൻസ് ഹെൽപ്ഫുൾ ആണ്. ഇൻ ഹെൽത്ത് പോളിസീസ് മേക്കിംഗ്, ഹെൽത്ത് പോളിസി, ആരോഗ്യ നയങ്ങള് ഉണ്ടാക്കുന്നതിനും ഈ ഇൻസിഡൻസ് യൂസ്ഫുൾ ആണ്. ഇൻ ഹെൽത്ത് പോളിസി മേക്കിംഗ്, ഇൻ ഹെൽത്ത് പോളിസി മേക്കിംഗ്. എവിടേക്കാണ് ഇൻസിഡൻസ് യൂസ്ഫുൾ ആവുന്നത്? Pathogenesis, to find the disease distribution, to control disease, to restrain and the therapeutic measurements in health policy making. നോക്കി വെക്കുക കേട്ടോ. പത്തോജെനിസിസ് എന്ന് വെച്ചാൽ രോഗനിർണയത്തിന് ഇൻസിഡൻസ് ഹെൽപ്ഫുൾ ആണ്. ഇനി രോഗവ്യാപനം കണ്ടെത്തുന്നതിന് ഇൻസിഡൻസ് ഹെൽപ്ഫുൾ ആണ്. രോഗവ്യാപനം കണ്ടെത്തുന്നതിന്. പിന്നെ ഡിസീസിനെ കൺട്രോൾ ചെയ്യാൻ, രോഗം നിയന്ത്രിക്കാൻ ഇൻസിഡൻസ് ഹെൽപ്ഫുൾ ആണ്. അടുത്ത് നോക്കിയേ, ഇൻ റീസ്റ്റെയിൻ ആൻഡ് തെറാപ്യൂട്ടിക് മെഷർമെന്റ്സ്, നിയന്ത്രണത്തിലും അതുപോലെ ചികിത്സാ സംബന്ധമായിട്ടുള്ള അളവിലും തെറാപ്യൂട്ടിക് മെഷേഴ്സിലും ഇൻസിഡൻസ് ഉപയോഗപ്രദമാണ്. ഇൻ ഹെൽത്ത് പോളിസി മേക്കിംഗ്, ആരോഗ്യ നയങ്ങള് ഉണ്ടാക്കുന്നതിനും ഇൻസിഡൻസ് ഹെൽപ്ഫുൾ ആണ്. ഇൻ ഹെൽത്ത് പോളിസി മേക്കിംഗ്. ഇനി അടുത്തത് ചലഞ്ചസ് ആണ്. ചലഞ്ചസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഈ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നേരിടുന്ന വെല്ലുവിളികള് എന്തൊക്കെയാണ്? ഇതൊരു പാരഗ്രാഫ് ആണ്, അതൊന്നും വായിച്ചു വെക്കാം. അതിനൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും അധികം കണ്ടിട്ടില്ല. അതിനകത്ത് 3 ടൈപ്പ് ചലഞ്ചസ് അവിടെ പറയുന്നുണ്ട്. അത് 3 നോട്ട് ചെയ്യണം. പേഷ്യന്റ് സർവീസ് ചലഞ്ചസ്, ഇന്റേണൽ ചലഞ്ചസ്, എക്സ്റ്റേണൽ ചലഞ്ചസ്. അത് ഏതൊക്കെയാണ്? ഇപ്പൊ പേഷ്യന്റ് സർവീസ് ചലഞ്ചസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതോ, ഇന്റേണൽ ചലഞ്ചസിൽ വന്നതോ,
അല്ലെങ്കിൽ എക്സ്റ്റേണൽ ചലഞ്ചസിൽ വന്നതോ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നോ അതൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ആ ഒരു സെക്ഷനിൽ ചോദിക്കാം. പിന്നെ എടുത്ത അത്രയും നമ്മൾ ഇത് പ്രധാനമായിട്ട് നമ്മൾ നോട്ട് ചെയ്യണം. ഇത് നമ്മൾ ഇന്ന് തുടങ്ങിയ ലിമിറ്റേഷൻസ് ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാം എന്തൊക്കെയാണ് പ്രീവാലൻസ്, രോഗവ്യാപനം, അതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്. ഇനി ഈ ടേബിൾ എന്തായാലും പഠിച്ചു വെക്കണം. ടേബിളിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പ്രീവാലൻസ് കൂടുന്ന കാരണങ്ങള്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രീവാലൻസ്, പ്രീവാലൻസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഇൻക്രീസ്ഡ് ബൈ, ഡിക്രീസ്ഡ് ബൈ. രണ്ട് കോളാണ്. ഓപ്ഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കാം. നമുക്ക് ഇവിടെ രോഗവ്യാപനം കൂടാൻ അല്ലെങ്കിൽ രോഗവ്യാപനം കുറയാൻ ആ തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റ് ശരിക്കും ഒന്ന് വായിക്കുക, ബൈഹാർട്ട് ചെയ്യേണ്ട ഇത്. അതായത് ഇപ്പൊ നമ്മുടെ ഇൻമൈഗ്രേഷൻ ഓഫ് കേസസ് നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ച് വെക്കുക, കേസുകൾ ഇൻമൈഗ്രേറ്റ് ചെയ്യുക, ഇങ്ങോട്ട് വരിക. അപ്പൊ ഇവിടെ പുതിയ കേസുകൾ വരുമ്പോൾ ഇവിടെ രോഗവ്യാപനം കൂടും കേട്ടോ. നമ്മൾ അങ്ങനെ ആലോചിച്ച് വെക്കുക കേട്ടോ. അടുത്തത് ഓപ്ഷൻ ആണ്. ഇങ്ങനെ ഓപ്ഷൻസ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറി തരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവരുത്. എനിക്ക് കുട്ടികൾ ഇതിന്ന് ക്വസ്റ്റ്യൻ അതിന്റെ ഓപ്ഷൻ കാണുമ്പോൾ പെട്ടെന്ന് എടുത്ത് എഴുതുമ്പോൾ മാറിപ്പോയി എന്ന് പറയും. നിങ്ങൾ ഓപ്ഷൻ വായിച്ചിട്ട് ഒന്ന് ആലോചിച്ച് വെക്കാം. ഔട്ട് മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹെൽത്തി ആയ ആളുകൾ പുറത്തേക്ക് പോവാണ്. അപ്പൊ എന്താണ് ഇവിടുത്തെ ഔട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നോക്കി ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ പോകുന്നു. അപ്പൊ ഇവിടെ ആളുകൾക്ക് ഹെൽത്തി ഉള്ള ആളുകൾ ഇല്ല. അപ്പൊ അതായത് ഇവിടെ രോഗവ്യാപനം എന്ത് ചെയ്യണം? കൂടണം. ഇൻക്രീസ്ഡ് ബൈ അങ്ങനെ ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കുക, ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. ഇത് ബൈഹാർട്ട് ചെയ്യേണ്ട അതാ. ബൈഹാർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വന്നെ. ഓപ്ഷൻസ് ഒന്ന് ആലോചിച്ച് നോക്കാം. പിന്നെ ഇൻസിഡൻസ് എന്താണ്? ആ 3 സെന്റൻസ് അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടോ. ഡാഷീസ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം. അവിടെ 3 രീതിയിലും ചോദിക്കാം. പിന്നെ അവിടുത്തെ ആ ഫോർമുല പഠിച്ചു വെക്കണം. ന്യൂമറേറ്റർ എടുത്ത് ഡിനോമിനേറ്ററിൽ ഇടാം. പിന്നെ അത് ഡിവൈഡ് എന്ന് പറയുന്നത് ഇൻറ്റു ആക്കി തരാം. അങ്ങനെയൊക്കെ അവിടെ ചോദിക്കാം. 2 ടൈപ്പ് ഇൻസിഡന്റ് ഏതാണ് ആ പേരുകൾ മാത്രം നോക്കുക. പിന്നെ പറഞ്ഞത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ യൂസസ്, ജസ്റ്റ് അത് രണ്ടും വായിച്ചു വെക്കുക. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസിഡൻസ്, ഇൻസിഡൻസിന്റെ പ്രാധാന്യം എന്താണ്, എവിടേക്കാണ് ഇൻസിഡൻസ് ഉപയോഗിക്കുന്നത്, എവിടേക്ക് ഹെൽപ്ഫുൾ ആണ്. അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങിയാൽ മതി. ഇപ്പൊ അത് സ്റ്റാർട്ട് ചെയ്താലും നമ്മൾ ആ വലിയ പാരഗ്രാഫ് അവിടെ കിടക്കണം. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. വായിച്ചൊന്ന് എന്താ പറഞ്ഞേക്കണേ എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് നോക്കാം. ഒരുപാട് ഒഴിച്ചു പോകേണ്ട ആവശ്യമില്ല. ഒരു അധികം പോർഷൻസ് ഇല്ല. നമുക്ക് ക്ലാസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ആഴ്ചയിൽ തന്നെ നമുക്ക് 2 ക്ലാസ് കിട്ടും. പിന്നെ നമുക്ക് ഇത് തീർക്കാം. കമ്പ്യൂട്ടർ തുടങ്ങുകയാണ്. ഓക്കെ അല്ലേ? നമുക്ക് ക്ലാസ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് മാം ജോയിൻ ചെയ്യും. ഓക്കെ, വെയിറ്റ് ചെയ്യാം. വായിച്ചു നോക്കാം. എവിടെ വരെയാണ് ഏതാണ് എടുത്തതെന്നൊക്കെ ഉള്ളത് വായിച്ചു വെച്ചേക്കാം കേട്ടോ. ഇന്നത്തെ 2:28 ആയിട്ടുള്ളൂ. ഞാനിനി അടുത്ത് തുടങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ പാരഗ്രാഫ് പുതിയതല്ലേ, അതുകൊണ്ട് ഞാൻ എടുത്തില്ലാന്നുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത. താങ്ക് യു.